യേശുവിനെക്കുറിച്ചുള്ള ഒരു കേൾവി മാത്രമാണ് ആ കുരുടൻ കേട്ടിട്ടുള്ളത്. യേശു ചെയ്ത അത്ഭുതങ്ങളൊന്നും അവൻ കണ്ടിട്ടില്ല. പക്ഷേ യേശു ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊരു കേൾവി അവന് കേട്ടിരുന്നു. ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഒരു ദിവസം അവൻ യേശുവിനെ കാണാൻ പറ്റിയാൽ അവൻ അവൻ്റെ കാര്യം പറയുമെന്നും തനിക്ക് ആവശ്യമുള്ളത് യേശുവിനോട് പറയുമെന്നും അവനൊരു തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ അവൻ വഴിയരികിൽ അവൻ്റെ ദിനംപ്രതിയുള്ള ജീവിതത്തിന് വേണ്ടി ഭിക്ഷയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആരവം അവൻ കേൾക്കുകയാണ്. ഒരു പുരുഷാരത്തിൻ്റെ ആരവം അവൻ കേൾക്കുകയാണ്. അപ്പോൾ ഇവൻ സ്വാഭാവികമായി ചോദിച്ചു, എന്താണ് ഈ വലിയ ശബ്ദം കേൾക്കുന്നത്? ഒരുപാട് ആളുകൾ വരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞു, അത് നസറത്തുകാരനായിരിക്കുന്ന യേശു ഇതുവഴി കടന്നു പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളാണ്, അവരുടെ ഒച്ച ബഹളമൊക്കെയാണ് നീ കേൾക്കുന്നതെന്ന്. ഉടനെ അവൻ മനസ്സുറപ്പിച്ചു, അതെ, ഞാൻ കേട്ട യേശുവാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാകും. അത് നല്ല ഉറപ്പുള്ളൊരു തീരുമാനമായിരുന്നു അവൻ്റെ ആ കാര്യം നേടിയെടുക്കാനുള്ളത്. യേശുവിനെ അവൻ അത്രയ്ക്ക് മനസ്സിലാക്കിയെന്നുള്ളതാണ്. ഒരു വലിയ ദൈവശാസ്ത്രപരമായ ബോധ്യമൊന്നും അവനുണ്ടായി കാണത്തില്ല. പക്ഷേ യേശു ഒരത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അനേകർക്ക് യേശു ഒരാശ്വാസമാണെന്ന് അവനറിയാമായിരുന്നു. ഏകദേശം പുരുഷാരത്തിൻ്റെ ആരവം നല്ലൊരു പീക്ക് ടൈമിലെത്തിയപ്പോൾ അവന് മനസ്സിലായി, ഇപ്പം എൻ്റെ അടുത്ത് യേശു ഉണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ അടുത്ത് നിന്ന് ആരും ഗൈഡ് ചെയ്യാനൊന്നുമില്ല. അവനെ, എടാ യേശു ഇപ്പോൾ അവിടുത്തെ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ആരുമില്ല, യേശുവിന് അടുക്കിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. അവൻ സ്വയം പ്രയത്നിക്കുകയാണ്. അടുത്ത് വന്നെന്നൊരു ബോധ്യം വന്നപ്പോൾ അവൻ വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയും അവൻ പറഞ്ഞുള്ളൂ, എന്നോട് കരുണ തോന്നണമേ എന്ന്. കാരണം ഇവനൊരു വലിയ ബോധ്യമുണ്ട്, കരുണയാണ് വളരെ മർമ്മപ്രധാനമായൊരു കാര്യമെന്ന്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതിന് കരുണ ആവശ്യമുണ്ട്. യേശു തൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഈ യാഗത്തിലല്ല കരുണയിലത്ര ദൈവം പ്രസാദിക്കുന്നത് നിങ്ങൾ പോയി പഠിപ്പീനെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കരുണ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് കൃത്യമായി യേശുവിനറിയാമായി, ഈ കുരുടനറിയാമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ കരുണ ലഭിച്ചാൽ അതൊരു വലിയ നേട്ടമാണെന്നും അതൊരു വലിയ കാര്യമാണെന്നും അവനറിയാമായിരുന്നു. ആ കരുണ ലഭിക്കുവാനാണ് അവൻ്റെ വിശ്വാസം അവനോട് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ചില വാക്കുകൾ വിശ്വാസത്തിൽ ഉത്തമ ബോധ്യത്തോടെ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റും. ഒരൊറ്റ വാക്ക് അവൻ പറയുക, യേശുവേ ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ആ ഒരൊറ്റ പ്രസ്താവന അവൻ്റെ ജീവിതത്തെ മാറ്റുകയാണ്. അതുമാത്രമല്ല, ആ പ്രസ്താവന പറയാതിരിക്കാൻ അവന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവനെ ബാധിച്ചില്ല. അവൻ ആ പ്രസ്താവന പറഞ്ഞുകൊണ്ടേയിരുന്നു. വിശ്വാസത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾ വിശ്വാസം പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടിയാലും എല്ലാ കാലവും ആ പ്രോത്സാഹനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനെ നിർത്തലാക്കാനായിരിക്കും ആളുകൾ ശ്രമിക്കുന്നത്. അവിടെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ വിജയത്തിൻ്റെ തേരോട്ടം തുടങ്ങുന്നത്. ആളുകൾ പറഞ്ഞു, യേശു അവനെ വിട്ടം കടന്നുപോയി. അപ്പോൾ ആളുകൾ പറഞ്ഞു, യേശു കടന്നുപോയി, നീ ഇനി ഇവിടെ നിന്ന് പറഞ്ഞാലൊന്നും യേശു കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കടന്നുപോയെന്നറിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിൽ അവൻ തീരുമാനിക്കും, ഇനിയിപ്പോൾ യേശു അല്ലായിരുന്നിരിക്കാം, അല്ലേ യേശു ഇങ്ങനെ ഞാൻ കേട്ടത് സത്യമല്ലായിരുന്നിരിക്കാം, അന്ന് നിർത്തിയേക്കാമെന്ന് അവൻ വിചാരിച്ച് അവൻ്റെ തൊഴിലേക്കെല്ലാം പോയത്. അവൻ ഉടനെ അത്യുച്ചത്തിൽ വീണ്ടും വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, കരുണ തോന്നണമേ എന്ന്. യേശു മുമ്പോട്ട് പോയി അവിടെ നിന്നു. ലോകത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടേക്കുന്ന ഒരു കുരുടന് സഹായം ആവശ്യപ്പെട്ടാൽ കുരുടൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ യേശു അവിടെ നിന്നിട്ട് പറയാം, അവനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ. അതൊരു വലിയ ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, തൻ്റെ ശിഷ്യന്മാരെ പ്രൂവ് ചെയ്യണം അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ടെന്ന്. ഉടനെ അവൻ പുതപ്പും പടിയും ഇട്ട് കളഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ കൂടിയെന്ന് എഴുതിയിരിക്കുന്നത്. പുതപ്പും പടി ഇട്ട് കളഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു കുരുടൻ എന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ്റെ സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു അടയാളമാണ്. ബലഹീനൻ്റെ അടയാളം, പരാജയത്തിൻ്റെ അടയാളം, കുറവിൻ്റെ അടയാളം. യേശു വിളിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ തീരുമാനിച്ചു, ഇനി ഒരു കുറവിൻ്റെ അടയാളം ഞാൻ ചുമക്കേണ്ട കാര്യമില്ല, ഒരു പരാജയത്തിൻ്റെ അടയാളം ഞാൻ ഇനി ചുമക്കേണ്ട കാര്യമില്ല, ഒരു തോൽവിയുടെ അടയാളം ഞാൻ ഇനി ചുമക്കേണ്ട കാര്യമില്ല, ഒരു കുറവുള്ളവൻ്റെ അടയാളം ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. വിശ്വാസം പ്രാവർത്തികമായി, വിശ്വാസം ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുമ്പോൾ
നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളമായി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന പരാജയത്തിൻ്റെ അടയാളം, ഇല്ലായ്മയുടെ അടയാളം, കുറവിൻ്റെ അടയാളം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയണം. എന്താണ് ഇല്ലായ്മയുടെ അടയാളം? ദാരിദ്ര്യത്തിൻ്റെ അടയാളം. എവിടെയും പാവം കളിച്ച് നിൽക്കുക, എവിടെയും യാതനാസ്വരത്തിൽ സംസാരിക്കുക, യാതനാസ്വരത്തിൽ ചോദിക്കുക, എന്തെങ്കിലും ഡൊണേഷൻസ് സീക്ക് ചെയ്തുകൊണ്ട് നടക്കുക, ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ സഹായം ചോദിച്ചുകൊണ്ട് നടക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ്. വാങ്ങിക്കാനല്ല പരിശീലിക്കേണ്ടത്, കൊടുക്കാനാണ് പരിശീലിക്കേണ്ടത്. അത് വിജയത്തിൻ്റെ അടയാളമാണ്. കൊടുക്കാൻ സമ്പന്നനാകണമെന്നില്ല, കൊടുക്കാൻ സമ്പത്തുണ്ടാകണമെന്നുമില്ല. അതാണ് യേശു പറഞ്ഞത്, ആ വിധവയുടെ കാര്യം പറഞ്ഞത്. ഒരു നാണയം പള്ളിയിലിട്ടിട്ട് പോകുന്നവൾ വേറെ ആരെക്കാളും അധികം കൊടുത്തു. കൊടുക്കുന്നതൊരു മാനസികാവസ്ഥയാണ്, വാങ്ങിക്കുന്നതും ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ വാങ്ങിക്കാനല്ല ശീലിക്കേണ്ടത്, കൊടുക്കാനാണ് ശീലിക്കേണ്ടത്. ഉണ്ടാക്കുക, കൊടുക്കുക, ഇതാണ് നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ടത്. ഇവിടെ എന്താണ്? ഇവന് തിട്ടുകളഞ്ഞ് എനിക്കിനി അടയാളം വേണ്ട, ഈ പരാജയത്തിൻ്റെ, ഇല്ലായ്മയുടെ, കുറവിൻ്റെ അടയാളം എനിക്കിനി വേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഓടുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ യേശു ചോദിച്ചു, നിനക്ക് എന്താണ് ഭൃത്യമായ ആവശ്യം? എന്താ ഞാൻ ചെയ്യേണ്ടത്? യേശുവിനറിയത്തില്ലയോ ഭൃത്യമായിക്ക് എന്താ വേണ്ടതെന്നാ? പക്ഷേ യേശുവിനൊരു കൗതുകം, തൻ്റെ ശിഷ്യന്മാരിതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യം കൃത്യതയോടെയും വ്യക്തതയോടെയും ചോദിക്കാനുള്ള ഒരു പാഠം ശിഷ്യന്മാരും പഠിക്കണം. നമുക്കെന്താ വേണ്ടതെന്ന് നമുക്കറിയാത്തിടത്തോളം കാലം ദൈവത്തിന് പോലും നമുക്കൊന്നും ചെയ്തു തരാൻ കഴിയത്തില്ല. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്കെന്താണ് ആവശ്യമെന്ന് നമുക്കറിയാത്തിടത്തോളം കാലം ദൈവത്തിന് പോലും നമുക്കൊന്നും ചെയ്തു തരാൻ കഴിയത്തില്ല. യേശു ചോദിക്കുക, ഭൃത്യമായി നിനക്കെന്താണ് ആവശ്യം? ഉത്തമ ബോധ്യമുള്ള ഒരുവൻ ആവശ്യം പറയാനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കാഴ്ച ലഭിക്കണം. വേണ്ടത് വ്യക്തമാണെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയുവാനുള്ള വ്യക്തതയും ഉണ്ടാകും. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞ, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നു, അവന് പട്ടണത്തിലേക്കുള്ള വഴി മറഞ്ഞിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. വാക്കിൽ ബദ്ധപ്പാടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇതുവരെ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെന്നുള്ളതാണ്. ജീവിതത്തിൽ എവിടെയാണ് എത്തേണ്ടത്, ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്, ജീവിതത്തിൽ എന്താണ് ആയിത്തീരേണ്ടതെന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്കില്ലെന്നുള്ളതാണ്. വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ ആ ബോധ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ പറഞ്ഞല്ലോ, യേശു തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയാറുണ്ട്, ഞാൻ പുരോഹിതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് യേശു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് താൻ നേടാൻ പോകുന്നതെന്നും നേരിടാൻ പോകുന്നതെന്നും കൈവരിക്കാൻ പോകുന്നതെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു യേശുവിന്. യേശു പറഞ്ഞു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും തന്നെ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാ. എന്താ വേണ്ടതെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും പറയണം. എപ്പോഴും നമുക്കത് നമ്മളോട് തന്നെ പറയാൻ തോന്നണം, എന്താ എനിക്ക് വേണ്ടതെന്ന്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ദൈവം നമ്മളെ അത് നേടിയെടുക്കാനുള്ള ഒരു വലിയ കഴിവോടും പ്രാപ്തിയോടും കൂടെയാണ് ഓരോ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യർ അവർക്കെല്ലാം ഭാഷ ഒന്നായിരിക്കുന്നു, അവരെല്ലാം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുക. ദൈവം പറയുക, മനുഷ്യൻ ചെയ്യാൻ നിരൂപിക്കുന്നതൊക്കെയും അവനെ കൊണ്ട് സാധിക്കുമെന്ന്. അതിനപ്പുറത്ത് വിശ്വാസത്തിൻ്റെ ഒരു പഠനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസ ജീവിതത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. ഒറ്റ കാര്യം ഉറപ്പായിട്ടുണ്ടായിരിക്കണം, കുരുടൻ നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ പാഠം എന്താ? പലരും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും നിരുത്സാഹപ്പെടാനുള്ളതല്ലായിരുന്നു അവൻ ആർജിച്ചെടുത്ത ആ ബോധ്യം. മറ്റുള്ളവർ നിരാശപ്പെടുത്തുമ്പോഴും നിരുത്സാഹപ്പെടുത്തുമ്പോഴും നിന്ദിക്കുമ്പോഴും നമ്മളെ മാറ്റി നിർത്തുമ്പോഴും ഇല്ലാതെ പോകുന്നതായിരിക്കരുത് നമ്മുടെ ബോധ്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം. ഒരു നിരുത്സാഹത്തിനും അവനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അവനെ ഉച്ചത്തിൽ വിളിക്കുക തുടങ്ങിയത്. യേശുവിൻ്റെ വിളിയിൽ യേശു ഇവിടുന്ന് കടന്നു പോയല്ലോ, ഞാനിവിടെ ഇരിക്കുമല്ലായിരുന്നു ചിന്തിച്ച് മുട്ടായിട്ട് കാണുമല്ലായിരുന്നു, അവൻ ഓടുമായിരുന്നു പുതപ്പും പടിയിട്ടേച്ച് അവൻ ഓടി. അവൻ്റെ എല്ലാ പഴയ പേരുകൾ അവനിട്ടേച്ച് ഓടുകയായിരുന്നു യേശുവിൻ്റെ അടുക്കിലേക്ക്. ഇതാണോ നിങ്ങളുടെ മനോഭാവം? ആ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വലിയ പടവുകൾ നിങ്ങൾ കയറും. നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കുവാൻ,
ലോകം തന്ന കുറവിൻ്റെ പേര്, ദാരിദ്ര്യത്തിൻ്റെ പേരുകൾ, എല്ലാ അടയാളങ്ങളും മാറ്റിവെച്ചിട്ട് ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താനായിട്ട് കഴിയും. അതിനുള്ള പ്രാപ്തി ദൈവം തന്നിട്ടുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ കാര്യം പറയുമ്പോൾ കുരുടൻ പഠിപ്പിച്ച പാഠം, വിശ്വാസത്തിൻ്റെ പാഠം എന്താണ്? നിരുത്സാഹപ്പെടുത്തുമ്പോൾ നിരുത്സാഹപ്പെടാനുള്ളതല്ല നമ്മുടെ വിശ്വാസം. യേശു കടന്നുപോയെന്ന് നമുക്ക് തോന്നുമ്പോഴും മടങ്ങിപ്പോകാൻ, അടങ്ങിയിരിക്കാനുള്ളതല്ല, അത്യുച്ചത്തിൽ വിളിക്കാനുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം. മറ്റൊന്ന്, എന്താ വേണ്ടതെന്ന് വ്യക്തമായ ബോധ്യമുള്ളവനാണ് കുരുടൻ. അത് നമുക്കുണ്ടായിരിക്കണം. എന്താ വേണ്ടതെന്ന് ബോധ്യം. യേശു ചോദിച്ചു, ഞാൻ എന്താണ് ബർത്തിമേയോട്? എനിക്ക് കാഴ്ച വേണം കർത്താവേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല കർത്താവേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം കർത്താവേ എന്നൊന്നും ബർത്തിമേയ പറഞ്ഞില്ല. അല്ല കർത്താവേ, എനിക്ക് ആദ്യം കാഴ്ച വേണം, പിന്നെ വീട് വേണം, പിന്നെ അത് വേണം, പിന്നെ ഒന്നുമല്ല പറഞ്ഞു. കർത്താവ് എനിക്ക് കാഴ്ച വേണം. വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു, അവന് കാഴ്ച വേണം. കാഴ്ച ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നേടാമെന്ന് കോൺഫിഡൻസ് അവനുണ്ടായിരുന്നു. അതാ ബർത്തിമായി. അതാ കുരുടൻ പഠിപ്പിച്ച പാഠം. യേശുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കുരുടൻ്റെ കയ്യിൽ നിന്ന് നമുക്കും ഈ വലിയ പാഠങ്ങളെ പഠിക്കാം. കുരുടൻ്റെ വിശ്വാസത്തെ നമുക്ക് അനുകരിക്കാം. അവൻ്റെ വിശ്വാസത്തെ നമുക്കൊന്ന് പാഠപുസ്തകമായി എടുക്കാം. ഞാൻ എവിടെയായിരിക്കുന്നു? ഞാനിപ്പോൾ എവിടെയാണ്? എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് എന്താ വേണ്ടതെന്ന് ഇതുവരെ എനിക്ക് ബോധ്യമുണ്ടോ? യേശു കടന്നു പോയെന്ന് തോന്നുമ്പോൾ ഞാൻ മടങ്ങിപ്പോവുകയാണ്. കടന്നു പോകുമ്പോൾ മടങ്ങിപ്പോകുന്നതല്ല വിശ്വാസം. കടന്നു പോകുമ്പോഴും കടന്നു പോയവനെ വിളിച്ചു നിർത്തുന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ വലിയൊരു പാന്താവിലേക്ക് കടന്നു വരുവാൻ, ആ വിശ്വാസത്തിൻ്റെ വലിയൊരു ലോകത്തേക്ക് കടന്നു വരുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.